ഇതിലേ പോണ്ട, ഇതുവഴി തന്നെ പോ. എന്റെ ജീപ്പ്. എടാ വഞ്ചക, ചതിയാ. തറ കഴുകാനും തട്ടുമുറം തുടയ്ക്കാനും ഉദ്യോഗം പോലും പണയം വെച്ച് നിന്റെ താളത്തിനൊത്ത് തുള്ളി എന്നോട് തന്നെ നീതി ചെയ്യണം. സത്യം പറയടാ, ടെൽമി. ഞാൻ പോലും അറിയാതെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നീ എങ്ങോട്ടാ മറന്നേ? പ്ലീസ് ടെൽമി. അതിപ്പോ നീ അറിയണ്ട. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനോന് പത്നി സമേതം സുഖമായി താമസിക്കാൻ മനോഹരമായ ഒരു സൗധം ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു. മുകുന്ദൻ എന്ന് പേരുള്ള ഒരു എർത്തിന്റെ ആവശ്യം ഇനി എനിക്ക് അവിടെ ഇല്ല. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. പൊളിക്കൂടാ, എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes എരിവും പുളിയും ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ ഞാൻ അവളുടെ മുമ്പിൽ തറ പറ്റിക്കും. യു വിൽ ബി എക്സ്പോസ്ഡ് ബ്ലഡി ഫൂൾ. യു ഫൂൾ. വേണ്ട, ബുദ്ധിമുട്ടണ്ട. അതിനു മുമ്പേ ഇത് പൊളിക്കാൻ ഞാൻ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രകാശ് മേനോൻ ബിൽഡേഴ്സ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം അനുവിനോട് വെട്ടി തുറന്ന് പറയുന്നു. ഇവിടെ തുടക്കത്തിൽ ഒരു ഞെട്ടലുണ്ടാവുമെങ്കിലും ഇരു കൈ നീട്ടി അവൾ എന്നെ സ്വീകരിക്കുന്നു. അതിനിടയിൽ എനിക്കിട്ട് വെക്കാമെന്നുള്ള നിന്റെ പൂതി മനസ്സിലിരിക്കത്തുള്ള തെണ്ടി. അതിനിടെ എനിക്കിട്ട് പണിയാവുന്നുള്ള നിന്റെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ബട്ട് മിസ് മുകുന്ദൻ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനാണ് പ്രകാശ് മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന എന്റെ ഈ ഷർട്ടും പാന്റും വരെ ഞാൻ ഊരി മേടിക്കാറ്. എന്തെങ്കിലും അവിടെ ഒരു വേലക്കാരന്റെ വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കാൻ മറക്കത്തില്ല. ഗുഡ് ബൈ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അനുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. There is a sad news for you. പ്രകാശ് മേനോൻ ഉടനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുവിനെ റിലീവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സർ, ഞാൻ പറയുന്നത് അനുവിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. സാറൊന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും. ഹലോ, 1 minute പ്ലീസ്. എന്റെ നിശ്ചയാവസ്ഥ അനു മനസ്സിലാക്കുന്നില്ല. ഹലോ. വിത്ത് ഗ്രേറ്റ് പ്ലേഷർ. മിക്കവാറും ഇന്നേനെ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനു സ്കെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യാൻ പ്രകാശ് മേനോനെ ഏൽപ്പിച്ചും കഴിഞ്ഞു. റിപ്പോർട്ട് തരാമെന്നാ പറഞ്ഞത്. യെസ്, ഹി ഈസ് വെരി ബ്രില്യന്റ്. ഓക്കേ. അനു ഇങ്ങനെ വറീഡ് ആയിട്ട് എന്താ കാര്യം? മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലേ പ്രകാശ് മേനോനെ നേരിട്ട് കണ്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പൊ വാശിയും വൈരാഗ്യവും. ഇനിയും സമയമുണ്ട്. ഇനി കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല. അയാള് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കണമെന്ന് എന്റെ അഭിപ്രായം. ഇതാ പ്രകാശ് മേനോന്റെ അഡ്രസ് MDയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. തന്റെ കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോ ഒരു സിമ്പതി തോന്നി. ചിലപ്പോ അയാൾ ട്രിവാൻഡ്രത്തേക്ക് തിരികെ പോയാലോ. Excuse me? Anybody inside? Excuse me? വാസുദേവൻ. യെസ്, വാസുദേവൻ. പ്രകാശ് മേനോൻ. വാസുദേവൻ അഥവാ പ്രകാശ് മേനോൻ, പ്രകാശ് മേനോൻ അഥവാ വാസുദേവൻ, പ്രകാശ് മേനോൻ എങ്ങനെ വാസുദേവനായി, വാസുദേവൻ എങ്ങനെ പ്രകാശ് മേനോനായി, ഇതായിരിക്കും മാഡത്തിന്റെ കൺഫ്യൂഷൻ. ഓക്കെ, ഐ വിൽ ടെൽ. പ്രകാശ് മേനോൻ വാസുദേവൻ ആയതല്ല, ആകേണ്ടി വന്നതാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും മിസ് അനൂപിള്ള തന്നെയാണ്. അതുകൊണ്ട് പ്രകാശ് മേനോൻ ഒന്നേ പറയാനുള്ളൂ, വാസുദേവനെ തെറ്റിദ്ധരിക്കരുത്, അയാൾ പാവമാണ്, നല്ലവനാണ്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു കള്ളക്കളി എന്ന് ചോദിച്ചാൽ there is only one answer. അതും പ്രകാശ് മേനോൻ തന്നെ പറയാം.
ബിക്കോസ് ഐ ലവ് യു. യു ചീറ്റ്. താൻ എന്താ പറഞ്ഞേ? ഇത്രയും നാൾ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നല്ലേ? കള്ളക്കഥകൾ പറഞ്ഞൊരു വേലക്കാരന്റെ വേഷം കെട്ടി എന്റെ ചിക്കമോളെ കയ്യിലെടുത്ത് താൻ ഈ നാടൻ കളിച്ചത് എന്തിനാണെന്ന കാര്യം എനിക്ക് അറിയണം. പറഞ്ഞല്ലോ, ബിക്കോസ് ഐ ലവ് യു. തന്റെ ഈ മാന്യതയ്ക്ക് പിന്നിലുള്ള വൃത്തികെട്ട മനസ്സ് ഞാൻ പുറത്തറിയിക്കും. ആൾമാറാട്ടം നടത്തിയതിന് തന്റെ പേര് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനോന്റെ തനിനിറം എല്ലാരും അറിയട്ടെ. അറിഞ്ഞോട്ടെ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു, ലവ് യു, ലവ് യു. ബൈ. नजर के सामने भगवान तेरी माया. ഒരു കണക്ഷനും ഇല്ലാതെ പ്രകാശ് മേനോനെ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോ, ഐ കോണ്ട് ബിലീവ് ദിസ്. സത്യമാണ് സാർ, എനിക്കിതിൽ തിരുത്താനോ മാറ്റാനോ ഒന്നുമില്ല. ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. ഇതുപോലൊരു സ്കെച്ച് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്നല്ല, നമ്മുടെ കമ്പനിയിലെ മറ്റോ ഒരു ആർക്കിടെക്റ്റിനും കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ദിസ് അനു പ്ലേ ഈസ് റിയലി എ ജീനിയസ്. എനിവേ, അനു വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ദിസ്. ഇത്ര പെട്ടെന്ന് പ്രകാശ് ഇത് വെരിഫൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. സ്കെച്ച് മാത്രമല്ല, ഇത് പ്രകാശ്, എന്താ ഇത്? ആർ യു മാഡ്? നോ സർ, അബ്സല്യൂട്ട്ലി നോ. അനു പിള്ളയെ പോലെ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് കൂടെ ഉള്ളപ്പോ ഇനി എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നോ, പ്രകാശ് എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നു. പറയൂ, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം? പ്രകാശ് മേനോനെ കുറിച്ച് പറയുമ്പോ സാറിന് 1000 നാവായിരുന്നല്ലോ. ഇപ്പോഴെന്തായി? കമ്പനിയുടെ ഗുഡ് ബുക്സിൽ അടിവരയിട്ട് സ്ഥാനം പിടിച്ച പ്രകാശ് മേനോന്റെ പുറംപൂച്ച് മാത്രമേ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളൂ. ഹീസ് എ ചീപ്പ് വുമനൈസർ. വഴിയരികിൽ കിന്നാരം പറയാൻ നിൽക്കുന്ന പൂവാലമാർക്ക് ഇയാളെക്കാൾ അന്തസ്സുണ്ടാവും. അനു, പ്ലീസ്. സോറി സർ, അയാളെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് വാക്കുകൾ വേണ്ടിവരും. പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അനു പറയുന്നത് പോലെ പ്രകാശ് മേനോൻ ഒരു വേലക്കാരന്റെ വേഷം കെട്ടിയെന്ന് വെച്ച് അയാൾ എങ്ങനെ ഒരു വുമനൈസർ ആവും? എടോ, മനസ്സിൽ ഇഷ്ടം തോന്നുമ്പോ അത് പ്രകടിപ്പിക്കുവാൻ പലരും പല വഴി കണ്ടെത്തും. പ്രകാശ് ഇങ്ങനൊരു വഴി കണ്ടെത്തി. തന്റെ സ്നേഹം നേടാൻ, അല്ലെങ്കിൽ പിന്നെ സ്വന്തം നിലയും വിലയും പറന്ന് ഇങ്ങനൊരു വേഷം കെട്ടിക്കൊണ്ട് പ്രകാശിന് എന്താ നേട്ടം? സഹായമല്ലാതെ എന്ത് ദ്രോഹമാ തന്നോട് അയാൾ ചെയ്തിട്ടുള്ളത്? അനു, സ്നേഹം വിശുദ്ധമായ ഒരു വികാരമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഹൃദയം ഉണ്ടാകണം. തനിക്കതില്ലാതെ പോയി. പ്രകാശിനെ കുറിച്ച് എനിക്കിപ്പോൾ കൂടുതൽ മതിപ്പാണ് തോന്നുന്നത്. ഇനി തന്റെ കണ്ണിൽ അയാൾ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെ അതിനുള്ള പ്രായശ്ചിത്വം അയാൾ ചെയ്തു കഴിഞ്ഞു. ദാ അയാളുടെ രാജിക്കത്ത്. ഇവിടെയും ജയൻ തനിക്കാണ്. ഒരു ട്രാൻസ്ഫറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. But still, I love you, love you, love you. Excuse me, Mr. പ്രകാശ് മേനോൻ. നിങ്ങൾ ആരാ? ഞാൻ അനുപിള്ള. മിസ്റ്റർ പ്രകാശ് മേനോനെ. ആ പിള്ള നിങ്ങളാണോ?
എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അറിയാതെ പുറംകാലിലോട് തട്ടി തെറിപ്പിച്ചിട്ട് ഇപ്പൊ പ്രകാശ് മേനോൻ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. കാറിലാ പോയിരിക്കുന്നത്. ഇപ്പൊ തോപ്പുംപടി പാലം കഴിഞ്ഞു കാണും. ബൈപ്പാസ് വഴി നൂത്ത് പിടിച്ചാ അരൂരെത്തുമ്പോ പിടിച്ചിറക്കാം. ചെല്ല് ചെല്ല്. ആ നോക്കി നിൽക്കാതെ കസര എടുത്ത് കേട്ടോ. ആ വേഗം ആകട്ടോ. ആ ചരടുകൊണ്ട് ഭംഗിയായിട്ട് കെട്ടണം. ചിക്കു, എക്സ്ക്യൂസ് മീ. പ്രകാശ് അയ്യേ ഭഗവാൻ